ബഹുമാനപ്പെട്ട അൽ ഇമാം നാസിറുദ്ദീൻ ദിമഷ്ഖി റളിയല്ലാഹു അൻഹു ചൊല്ലും, വന്നിഅമത്തു ഇദാ ഉഫിറത്ത് നഫറത്ത് വസാലത്ത് വഖല്ല അൻ തർജിഅ കമാ കാനത്ത്. നിഅമത്ത്, അള്ളാഹു തന്നതായ അനുഗ്രഹങ്ങൾ, അത് ആ അനുഗ്രഹത്തിന് തക്കതായ ശുക്ർ മനുഷ്യരിൽ ഉണ്ടായില്ലെങ്കിൽ നഫറത്ത്, അത് ഓടിപ്പോണ്ടു, ആ നിഅമത്ത് ഞങ്ങൾക്ക് ഓടിപ്പോണ്ടു, വസാലത്ത്, അത് നീങ്ങരുത്, ആ നിഅമത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. വഖല്ല അൻ തർജിഅ കമാ കാനത്ത്, പിന്നെ അത് തിരിച്ചു പറയൽ ഭാര്യ കുറവടിയായിട്ട് കിട്ടും. വളരെ അർത്ഥവത്തായ ഒരു പലക്കായിട്ട് കിട്ടും. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിഅമത്ത് ചെയ്യണം. ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ ദൗലത്ത്, ഞങ്ങളെ സ്വത്ത്, സന്താനങ്ങ, ഞങ്ങളെ ആരോഗ്യ, ഇതെല്ലാം റബ്ബുടെ നിഅമത്തായിരിക്കണം. ഈ നിഅമത്ത് തക്കതായ ശുക്ർ ഞങ്ങൾ ചെയ്യില്ലെങ്കിൽ അത് ഞങ്ങളിട്ട് നീങ്ങി പോകണ്ടു. ഞങ്ങളെ ആരോഗ്യ, ഈ ആരോഗ്യം വലിയ നിഅമത്തായിരിക്കണം. ആ ആരോഗ്യത്തെ ശുക്രയാണ് ചെയ്യേ. ആരോഗ്യം കൊണ്ട് ഞങ്ങൾ അള്ളാഹുടെ ഇബാദത്തും നല്ല കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താ പറയുക. അതുപോലെ ഞങ്ങളെ സമ്പത്ത്, ആ സമ്പത്ത് റബ്ബ് തന്നെങ്കിൽ അതൊക്കെ ശുക്രയാണ് ചെയ്യേ. ആ സമ്പത്തിലെ അർഹമായ ആൽമാർക്ക് ചിലവാക്കിയിട്ട്, അഗത്യത്തിക്ക് ചിലവാക്കിയിട്ട്, ദീനവും അതുപോലെ പാവത്തങ്കെല്ലാം അതിന് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശുക്രായിട്ട്. അതുപോലെ ഞങ്ങളെ ആ മക്കളെ അള്ളാഹു ഏനെ ഞങ്ങൾ ശുക്ർ ചെയ്ത മക്കളെ കൊണ്ട് വലിയ നിഅമത്തായിരിക്കണം. ആ മക്കളെ ദീനിയായ നിനക്ക് വളർത്തവും ആ മക്കവും ദീൻ്റെ ഒരു ടേസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, ഇതെല്ലാം ഞങ്ങൾ അള്ളാഹു ചെയ്ത ശുക്രായിട്ടിരിക്കണം. നേരെ മറിച്ചിട്ട് മക്കളെ ബേക്കാബിറ്റിയായിട്ട് ദീൻ്റെ ഗന്ധകാരിയിലാണ് ഞങ്ങൾ പറ്റിയുണ്ടായെങ്കിൽ ആ മക്കൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ മക്കൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നതായ ബെനിഫിറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടുപോകും. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുരുടെ എപ്പോഴും ദ്വാർന്നിട്ട് പരിശുദ്ധ ഖുർആൻ അത് ചൊല്ല്, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പഠിച്ചവനെ, നക്കും എൻ്റെ ഉമ്മബാപ്പുവും നീ ചെയ്തതായ അപാരമായ നിഅമത്തിന് തിരിച്ച് ശുക്ർ ചെയ്യുകയുള്ള ഭാഗ്യം തരണം അല്ലാഹ് ചെന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ നടത്തിയിട്ട്, പ്രത്യേക നിഅമത്ത് കിട്ടുമ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എൻ്റെ റബ്ബിയുടെ ഫദ്ലായിട്ട് ഔദാര്യമായിട്ട് റബ്ബ് തന്നെ ടെസ്റ്റാക്കിയിട്ടുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാം ചൊന്നിട്ട് ആ നിലക്ക് നല്ല നന്ദിയുള്ള ഒരു അടിമയായിട്ട് ജീവിക്കും. എപ്പോഴും റബ്ബിനെ ആ നിഅമത്ത് ശുക്ർ ചെയ്ത് ജീവിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ്